നിശബ്ദനായിരിക്കുക എന്നത് ഏറ്റവും വലിയ പാപമാണെന്നാണ് പറയാറ്. കുട്ടിക്കാലത്ത് സാറന്മാരും അമ്മമാരും പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം മിണ്ടാതിരിയട എന്നതായിരുന്നു. അങ്ങനെ മൗനം വിദ്വാന് ഭൂഷണം എന്ന് വിചാരിച്ച് നമ്മൾ കുറെ മിണ്ടാതിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്, പലപ്പോഴും ഈ മൗനമാണ് എല്ലാ പണിയിലേക്കുമുള്ള വളഞ്ഞ വഴി എന്ന്. ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ അതിൽ ഒരു ഈച്ച വീണാൽ പോലും സാരമില്ല, ഈച്ചയും ജീവിച്ചോട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നാൽ അടുത്ത തവണ അവർ ചായക്ക് പകരം ഈച്ചയുടെ സൂപ്പ് തന്നെ തരും. ചിക്കേണ്ടിടത്ത് ചോദിച്ചില്ലെങ്കിൽ അത് ചോദിക്കാതിരുന്നാണ്, അല്ലാതെ ഹോട്ടലുകാരൻ്റെതല്ല. പണ്ട് മഹാഭാരതത്തിന്റെ കുരുക്ഷേത്ര സഭയിൽ ദ്രൗപദി അപമാനിക്കപ്പെട്ടപ്പോൾ ഭീഷ്മരും ദ്രോണരുമടക്കമുള്ള മഹാരഥന്മാർ പുലർത്തിയ മൗനം പിന്നീട് കുരുവംശത്തിന്റെ തന്നെ നാശത്തിന് വഴിവെച്ചു. അത് ഒരു വലിയ ധാർമ്മിക വീഴ്ചയായിരുന്നു. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ഏകാധിപത്യ ഭരണകൂടങ്ങൾ വളർന്നു വന്നത് ജനങ്ങളുടെ മൗനം കൊണ്ടാണ്. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരിക്കലും സ്വാതന്ത്ര്യമോ നീതിയോ അനുഭവിച്ച് ജീവിക്കാനാകില്ല. മഹാഭാരതത്തിലെ സഭയിൽ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ അവിടെ ഇരുന്ന മഹാരഥന്മാർ വിചാരിച്ചത്, നമുക്കെന്തിന് വെറുതെ പ്രശ്നം മിണ്ടാതിരിക്കാം എന്നാണ്. അവസാനം എന്തുണ്ടായി? 18 ദിവസം കൊണ്ട് നാട്ടിലെ സകല സൈന്യവും ഫിനിഷ്. നമ്മളെയൊന്നും ബാധിക്കില്ലല്ലോ എന്ന് കരുതി മിണ്ടാതിരുന്ന പല രാജ്യങ്ങളും പിന്നീട് ചരിത്രത്തിന്റെ വേസ്റ്റ് കൊട്ടയിലായിട്ടുണ്ട്. നാട്ടിൽ റോഡിൽ കുഴിയുണ്ടാകുമ്പോൾ അതൊക്കെ പഞ്ചായത്തുകാർ നോക്കിക്കൊള്ളും എന്ന് കരുതി മിണ്ടാതിരുന്നാൽ ആ കുഴിയിൽ പോയി വീഴാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ബസ്സിൽ ചില്ലറ തിരിച്ചു തരാത്ത കണ്ടക്ടറോടും തണുത്ത പൊറോട്ട തരുന്ന ഹോട്ടലുകാരനോടും സമൂഹത്തിൽ അനീതി കാണിക്കുന്ന ഏകാധിപതികളോടും സമയത്തിന് 2 വർത്തമാനം പറയണം. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കാം. നാട്ടിൻ പുറത്തെ വ്യാഴവട്ടക്കവല, അവിടെയുള്ള ചായക്കടയിലെ പ്രധാനികളാണ് സദാനന്ദനും ബെഞ്ചമിനും, പിന്നെ എന്തിനും ഏതിനും തലയാട്ടുന്ന നമ്മുടെ ഗോപാലേട്ടനും. ഒരു ദിവസം കവലയിലെ റേഷൻ കടക്കാരൻ അളവിൽ കൃത്രിമം കാണിക്കുന്നത് ഗോപാലേട്ടൻ നേരിട്ട് കണ്ടു. പക്ഷെ നമുക്കെന്തിന് വെറുതെ വില്ലേജ് ലെവൽ ശത്രു എന്നു കരുതി പുള്ളി മിണ്ടാതെ വീട്ടിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് പഞ്ചായത്തിലെ പൈപ്പ് പൊട്ടി വഴിയിലാകെ വെള്ളം ഒഴുകുന്നത് കണ്ടപ്പോഴും ഗോപാലേട്ടൻ സ്വതസിദ്ധമായ മൗനം പാലിച്ചു. അടുത്ത ആഴ്ച കാര്യങ്ങൾ ആകെ മാറി. റേഷൻ കടക്കാരൻ അളവ് കുറയ്ക്കുന്നത് ശീലമാക്കിയതോടെ നാട്ടുകാർക്ക് അരി തികയാതെയായി. പക്ഷെ ഗോപാലേട്ടൻ അപ്പോഴും മിണ്ടിയില്ല. 2 ദിവസം കഴിഞ്ഞ് പൈപ്പ് പൊട്ടിയ ഭാഗത്ത് റോഡ് ഇടിഞ്ഞ് ഒരു വലിയ കുഴിയുണ്ടായി. അന്നും ഗോപാലേട്ടൻ മനസ്സിൽ പറഞ്ഞു, അതാണ് വെരി വെരി ഇമ്പോർട്ടന്റ്, പഞ്ചായത്തുകാർ നോക്കിക്കൊള്ളും, ഞാൻ മിണ്ടാതിരിക്കാം. അന്ന് രാത്രി വെളിച്ചമില്ലാത്ത വഴിയിലൂടെ ടോർച്ചുമടിച്ച് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു ഗോപാലേട്ടൻ. പെട്ടെന്ന് ദാ കിടക്കുന്നു പുള്ളി ആ വലിയ കുഴിയിൽ. കാലിന് നല്ല 1-ാം തരം ഒടിവ്. നിലവിളി കേട്ട് ഓടിയെത്തിയ ചായക്കടക്കാരൻ സദാനന്ദനോട് ഗോപാലേട്ടൻ കരഞ്ഞു പറഞ്ഞു, ആ പഞ്ചായത്തുകാരോട് എത്ര തവണ ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വഴക്കിട്ടതാണെന്നോ, എന്നിട്ടും ഈ കുഴി അവർ അടച്ചില്ലല്ലോ. എവിടെയാണ്? സ്വന്തം മനസ്സിന്റെ ഉള്ളിൽ വഴക്കിട്ടതാണ്. പുറത്ത് കാമ എന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. സദാനന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഗോപാലേട്ടാ, കുഴി കണ്ടപ്പോൾ താൻ മിണ്ടിയില്ല. റേഷൻ കടക്കാരൻ വെട്ടിപ്പ് നടത്തിയപ്പോഴും താൻ മിണ്ടിയില്ല.
താൻ അവിടെയൊക്കെ കാട്ടിയ ആ നിശബ്ദതയാണ്, ആ മൗനമാണ് ഇപ്പോഴത്തെ ഈ പ്ലാസ്റ്ററിന് കാരണം. ഈ കഥയുടെ ഗുണപാഠം ഇത്രയേയുള്ളൂ. അനീതിയും തെറ്റുകളും കാണുമ്പോൾ എനിക്കെന്ത് എന്ന് കരുതി മിണ്ടാതിരിക്കുന്നത് ഒരു തരം പാപമാണ്. കാരണം ആ മൗനം ഉണ്ടാക്കുന്ന ആപത്ത് ഒടുവിൽ വന്ന് വീഴുന്നത് നമ്മുടെ സ്വന്തം തലയിൽ തന്നെയായിരിക്കും. മൗനം പൊന്നാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്. പക്ഷേ അത് കടയിൽ കൊടുത്താൽ ഒരു കപ്പ് ചായ പോലും കിട്ടില്ല. തിന്മയും അനീതിയും കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നത് അക്രമിയേക്കാൾ വലിയ പാപമാണ്. അതുകൊണ്ട് ആവശ്യമുള്ളിടത്ത് ശബ്ദമുയർത്തുക. ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന പണികൾക്ക് നമ്മൾ തന്നെ ഉത്തരവാദികളാകും. മൗനം എപ്പോഴും വിവേകമല്ല, ചിലപ്പോൾ അത് ഭീരുത്വവും പാപവുമാണ്. തിന്മയോട് പൊരുതാനുള്ള ഏറ്റവും ശക്തമായ ആയുധം നമ്മുടെ ശബ്ദമാണ്. അതുകൊണ്ട് അനീതിയും അക്രമവും കാണുമ്പോൾ നിശബ്ദരാകാതെ സത്യത്തിനും നീതിക്കും വേണ്ടി ഉറക്കെ സംസാരിക്കാൻ നാം തയ്യാറാകണം. ആ പ്രതികരണമാണ് ധർമ്മവും യഥാർത്ഥ മനുഷ്യത്വവും.